ആർട്ട്ലിസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ Avigna. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ പേരിനോട് ചോദിച്ച് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്, എങ്ങനെയാണ് നമ്മൾ സ്കിൻ ടോൺസ് മിക്സ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനത് പറയാണ്ട് ഇത്രയും ലേറ്റ് ആക്കിയതൊന്നുകൊണ്ടല്ല, നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് ബിഗിനേഴ്സിന് വേണ്ട ട്യൂട്ടോറിയൽസ് ഒക്കെ കവർ ചെയ്തതിന് ശേഷം കുറച്ച് ഹയർ ലെവലിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം കുറച്ച് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ബ്രഷിൻ്റെ യൂസ് ഒന്ന് കുറച്ചൊന്ന് സ്മൂത്താക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസും കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി ഒന്ന് ഡിലേ ആക്കിയത്. ഓക്കെ, അതേപോലെ കുറേ പേര് നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് ഭയങ്കരമായി കൂടിക്കൊണ്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തേക്കും ഞാൻ എത്താൻ റിപ്ലൈ ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റ് ആവുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും എല്ലാവരുടെ റിക്വസ്റ്റുകളും റെക്കമെൻഡേഷൻസും ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും, അത് കൺസിഡർ ചെയ്ത് വീഡിയോസും ചെയ്യുന്നതായിരിക്കും. പക്ഷെ ലേറ്റ് ആവും, അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, നമ്മൾ സ്കിൻ ടോൺസ് എങ്ങനെയാണ്, എന്തൊക്കെ ടോൺസ് ആണുള്ളത്, കളർ മിക്സ് ചെയ്യേണ്ടത്, ഏതൊക്കെ കളേഴ്സാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെ വാട്ടർ കളർ ബേസ് ചെയ്തിട്ടാണ്. ആക്ലിക്കിൻ്റെ ബിഗിനർ വീഡിയോസ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് എത്തുമ്പം ഞാൻ അതിൽ വിട്ടുതരാം. അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടർ കളർ പെയിൻറ്റിങ്ങിൽ സ്കിൻ ടോൺസ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ ഈ ഫാമിലിയിലേക്ക് ഇനിയും പുതിയതായിട്ട് മെമ്പേഴ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ സ്കിൻ ടോൺ എന്ന് പറയുമ്പം ഒരൊറ്റ സിംഗിൾ കളറല്ല, നമ്മൾ ഒരു മിക്സ്ചറിൻ്റെ കുറച്ച് പല ഷെയ്ഡ്സ് വരുമ്പോഴാണ് ആ സ്കിൻ അല്ലെങ്കിൽ നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിന് കുറച്ചൊരു റിയലിസ്റ്റിക് ടച്ച് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അതിന് ലൈഫ് കൊടുക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്കിൻ ടോൺസ് ഡിവൈഡ് ചെയ്യുന്നത് 3 ക്ലാസിഫിക്കേഷൻസ് ആയിട്ടാണ്. അതായത് കൊക്കേഷ്യൻ സ്കിൻ ടോൺ, ഏഷ്യൻ സ്കിൻ ടോൺ, ആഫ്രിക്കൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ട്. ഇനി അതെന്താണെന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കളേഴ്സാണ്, അതായത് പ്രൈമറി കളേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രൈമറി കളേഴ്സ് യൂസ് ചെയ്തിട്ട് പല കളറുകൾ മിക്സ് ചെയ്യേണ്ട വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതേ ഇത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. നമ്മൾ അവിടെ മിക്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണോ അതേ സംഭവമാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ കുറച്ച് കളേഴ്സിനെ സാച്ചുറേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു എന്നേ ഉള്ളൂ. അതായത് സ്കിൻ ടോണിന് മാച്ച് ആവുന്ന കളേഴ്സിനെ നമ്മൾ ഇവിടെ വീണ്ടും മിക്സ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് പ്രൈമറി കളേഴ്സാണ്. അത് കൂടാതെ 2 അഡീഷണൽ കളേഴ്സും ഞാൻ പറയുന്നുണ്ട്. അപ്പം ഒരു കളറിന് തന്നെ 2 ഡിവിഷനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഓരോന്നും യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അതിനകത്ത് മറ്റേ പെയിൻറ്റ് കളറിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ യെല്ലോ ഓക്കർ, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന്, ക്രിംസൺ, സ്കാർലെറ്റ്, കൊബാൾ ബ്ലൂ, അൾട്രാമറൈൻ ബ്ലൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേൺ സിയാനയും ബേൺ അംബറും, എർത്ത് കളേഴ്സ്. അപ്പോൾ ഇത് ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. അതായത് നമ്മൾ വേറെ കളേഴ്സൊന്നും മിക്സ് ചെയ്യാതെ, അതായത് നമ്മൾ ഈ 3 പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്യാണ്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് കളറിനെ കുറച്ച് ഡാർക്ക് ആക്കണമെങ്കിൽ ബേൺ അംബർ ആക്കുക, കുറച്ചും കൂടി യെല്ലോ ടിഞ്ചും ഡാർക്ക് ആണെങ്കിൽ നമുക്ക് ബേൺ സിയാന യൂസ് ചെയ്യാന്നുള്ള രീതിക്ക്. അപ്പം നമ്മൾ പ്രൈമറി കളേഴ്സ് യൂസ് ചെയ്ത് മിക്സ് ചെയ്താലും നമുക്ക് ഈ കളേഴ്സ് കിട്ടുമെന്ന് ഓൾറെഡി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ആദ്യത്തേത് കൊക്കേഷ്യൻ സ്കിൻ ടോൺ. കൊക്കേഷ്യൻ സ്കിൻ ടോൺ എന്ന് പറയുമ്പം അമേരിക്കൻസ്, കുറച്ച് ഫെയർ ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് പീച്ച് ഷെയ്ഡുള്ള ആൾക്കാരാണ് ഈ ഒരു ഇതിൽ പെടുന്നത്. അപ്പം ഇതെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും ഒരേ കളർ അങ്ങനെയല്ല കേട്ടോ. പലർക്കും കുറച്ച് ചെറിയ ഷെയ്ഡ് ഡിഫറൻസും ഷാഡോ ഡിഫറൻസും ഒക്കെ വരും. അപ്പം നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കളർ എങ്ങനെ മിക്സ് ചെയ്യാനാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. കൊക്കേഷ്യൻ സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്രിംസൺ റെഡും ലെമൺ യെല്ലോവും മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ വളരെ കുറച്ച്, അത് ജസ്റ്റ് ബ്രഷ് ഒന്ന് തട്ടിയാൽ മതി, അത്രയും ലെവലിൽ കുറച്ച് കൊബാൾ ബ്ലൂ. കാരണം നമുക്ക് ഡാർക്ക് ആവേണ്ട, കളർ കുറച്ച് ബ്രൈറ്റും ലൈറ്റും ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറച്ചൊരു കൊബാൾ ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ മിക്സ് ചെയ്യുമ്പം ഒരേ ഷെയ്ഡ് ആയിക്കോളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരേ ഷെയ്ഡ് കിട്ടണം. അതല്ലാണ്ട് നമുക്ക് ഒരാളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഏത് കളറാണോ അത് നോക്കിയിട്ട് അതിനെ കമ്പയർ ചെയ്ത് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാൻ മതി. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 കളറിൻ്റെ ലെവലുകൾ കുറച്ച് കൂട്ടിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കളേഴ്സ് കിട്ടും.
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ പറഞ്ഞു കൊക്കേഷ്യൻ സ്കിൻ ടോൺ എന്ന് പറയുന്ന ഒരൊറ്റ ബേസിക് കളറല്ല, അതിനകത്ത് പല കളേഴ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കോളമാണ് നമ്മളെ കൊക്കേഷ്യൻ സ്കിൻ ടോണിൻ്റെ പല ഷെയ്ഡ്സ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ റാൻഡംലി മിക്സ് ചെയ്തതേ ഉള്ളൂ. അതിനകത്ത് ഏകദേശം വരുന്ന ഷെയ്ഡ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു പിക്ക് ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഇത്രേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 3 കോളംസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ബേസ്, അതായത് നമ്മൾ വാട്ടർ കളർ ചെയ്യുന്നതിനെ കൊണ്ട് ലൈറ്റ് ടു ഡാർക്കാണ് പെയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസ് കളറായിട്ട് നമ്മളൊരു കളറിനെ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റ്, അപ്പോൾ അതായത് ബേസ് നമ്മൾ അടിക്കുമ്പം ഹൈലൈറ്റിനെ നമ്മൾ വൈപ്പ് ഔട്ടോ എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവിടെ ഹൈലൈറ്റിനെ ബാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ രണ്ട് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇത് നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ഷാഡോ അല്ലെങ്കിൽ മുഖത്ത് വരുന്ന ബാക്കി ഡീറ്റെയിൽസിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് കളേഴ്സാണ് ഞാനിവിടെ ഷെയ്ഡ് വൈസിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന റെഫറൻസ് ഫോട്ടോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പിക്ചർ വെച്ചിട്ടാണ് നമ്മൾ സ്കിൻ ടോൺസ് മിക്സ് ചെയ്യുന്നതും അത് ചെയ്യുന്നതും. ഇത് ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട്, അതായത് നമുക്കിങ്ങനെ ചെയ്ത് നോക്കണമല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയി നമ്മളോട് ഫേസ് ഡീറ്റെയിൽസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ കുറച്ച് കളേഴ്സൊക്കെ മിക്സ് ചെയ്ത് നോക്കി എങ്ങനെയാണ്, ഏത് ബ്ലൂ കൂടിയാലാണ് നമുക്ക് ഭംഗി ഉണ്ടാവുക, ഏതാണ് ലൈറ്റ് ഡാർക്ക് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ് ഇത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പെയിൻറ്റിങ് ഡ്രോയിങ്ങും താഴെ ഒരു ആനിമികൾ, അതായത് കാർട്ടൂൺ ഗേളിൻ്റെ പെയിൻറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ 3 ഗേൾസിനെ കണ്ടാൽ തന്നെ അറിയില്ല ആ ഒരു ഡിഫറൻസ്. മറ്റേത് കുറച്ച് നല്ല ഫെയർ, മറ്റേത് കുറച്ച് യെല്ലോ, മറ്റേത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത്. ആ ഒരു ഡിഫറൻസ് നന്നായി മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഇനി ഏഷ്യൻ സ്കിൻ ടോൺ. അപ്പോൾ ഏഷ്യൻ സ്കിൻ ടോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഏഷ്യക്കാർ, അതായത് നമ്മൾ ഇന്ത്യക്കാർ, അങ്ങനത്തെ കുറച്ചൊരു യെല്ലോ ടിഞ്ചുള്ള ആൾക്കാർ. അപ്പോൾ യെല്ലോ ടിഞ്ച് മാത്രമല്ല, കുറച്ച് ചിലർക്ക് യെല്ലോ ടിഞ്ച് കുറഞ്ഞ ആൾക്കാരും ഉണ്ട്. പക്ഷേ ആ ഒരു ഇതിലേക്ക് വരുന്ന ഷെയ്ഡിലേക്ക് വരുന്ന ആൾക്കാരാണ് നമ്മൾ ഏഷ്യൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൊക്കേഷ്യൻ സ്കിൻ ടോൺ മിക്സ് ചെയ്തില്ലേ, അതിനകത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ റെഡും ഒരിത്തിരി കൂടി കൂടുതൽ യെല്ലോവും കൂടി ആക്കി കൊടുക്കുക. അതായത് കുറച്ചും കൂടി ബ്രൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ അത് യൂസ് ചെയ്യും. ബ്ലൂ നേരത്തെ പോലെ തന്നെ വളരെ കുറച്ചേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് നമുക്കൊരു ഡാർക്ക് ഷെയ്ഡല്ല വേണ്ടത് അതുകൊണ്ട്. പക്ഷേ ഇതേ കളറിൻ്റെ തന്നെ നമുക്കൊരു ഡാർക്ക് ഷാഡോ റീജിയനിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂ ആഡ് ചെയ്തിട്ടാണ് അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അത് കൊക്കേഷ്യനും അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിൻ്റെ ഒരു ഡാർക്ക് ടോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ബ്ലൂ ആഡ് ചെയ്തിട്ടാണ് അതിനെ ഡാർക്ക് ആക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതാണ് ഏഷ്യൻ സ്കിൻ ടോണിൻ്റെ പല കളർ ടോൺസ്. അപ്പോൾ ഇതന്നെ മാത്രമായിരിക്കില്ല, ഇതിലും പല ഷെയ്ഡ്സ് ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ജസ്റ്റ് കമ്പയർ ചെയ്യണം. നമ്മൾ ഇതിനും ബേസും ഹൈലൈറ്റും ഷാഡോവും ഉണ്ടാവും. നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഒരൊറ്റ കളർ മാത്രമല്ലല്ലോ, അതിന് പല ഷെയ്ഡും ഷാഡോവും കൊടുക്കുമ്പോൾ അതിനൊരു ലൈഫ് കിട്ടുള്ളൂ. അതായത് നമ്മൾ ഡാർക്ക് ലൈറ്റ് വീഴാത്ത സ്ഥലത്ത് കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് കൊടുക്കണം. അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞ് മിക്സ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു 3 കളറിൻ്റെ കോൺസെൻട്രേഷൻ പലതും പലതാക്കിയിട്ടാണ്. ഇനി ആഫ്രിക്കൻ സ്കിൻ ടോൺ എന്ന് പറയുന്നത്, അപ്പോൾ അതെന്ന് പറയുന്നത് നാച്ചുറലി ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാരെ സ്കിൻ ടോൺ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാടധികം കോബാൽ ബ്ലൂവും ക്രിംസണും കൂടി മിക്സ് ചെയ്തിട്ട്, പിന്നെ ആ ഒരു ലെവലിൽ ഓൾമോസ്റ്റ് ഈക്വൽ എമൗണ്ടിലും യെല്ലോ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് കളർ കിട്ടും. അത്ര ഡാർക്ക് ആക്കണ്ട, കുറച്ചും കൂടി ലൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് യെല്ലോ കുറയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് ബ്ലൂ കുറയ്ക്കുക. നിങ്ങൾ ഓരോ കളറിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കളറുകൾ കിട്ടും ആ ഒരു രീതിക്ക്. അപ്പോൾ നിങ്ങൾ കളർ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പേപ്പറിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കിട്ടിയ റൈറ്റ് കളറാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കളർ മിക്സ് ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളോട് സ്വന്തം മിക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെൽഫായിട്ടുള്ളൊരു ഐഡിയ കിട്ടണം എങ്ങനെയാണ് കളേഴ്സ് മിക്സ് ചെയ്യേണ്ടതെന്ന്. ഞാനെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുതരാണ് ABCD എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു റെഫറൻസ് ഇമേജ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ സെൽഫായിട്ടൊരു നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സെൽഫായിട്ടൊരു ഐഡിയ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഞാൻ ഈ റെഫറൻസ് പിക്ചർ ചെയ്തിരിക്കുന്ന പിക്ചർ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്യും. അത് നോക്കുക, റെഫർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഇതേപോലെ ഷെയ്ഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ.
ഓക്കെ, അപ്പം ഏകദേശം നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് നമ്മൾ സ്കിൻ ടോൺസ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഇനി കൂടുതൽ ഡെപ്തിൽ നമ്മളിനി ഒരു പോർട്രേറ്റ്സും പെയിൻറ്റിങ്സും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി, ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിളും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് മാതൃഭൂമിയിൽ വന്ന യേശുദാസ് സാറിൻ്റെ ഒരു ഡിജിറ്റൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ പക്ഷേ ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഇതൊരൊറ്റ കളറിലല്ല ആ ഫേസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പല കളർ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അതായത് ഒരു ബേസ് കളർ ഉണ്ട്, അതിനകത്ത് അതിൻ്റെ ഹൈലൈറ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഷാഡോ ഉണ്ട്. അപ്പോൾ അതായത് ഷാഡോ റീജിയൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഏരിയ. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏഷ്യൻ സ്കിൻ ടോണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏഷ്യൻ സ്കിൻ ടോണിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ കളറിൻ്റെ ഷാഡോ ഇതാണ് ആ കളർ. അപ്പോൾ ആ കളറാണ് നമ്മളിവിടെ ഷാഡോ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഹൈലൈറ്റ് ഓൾമോസ്റ്റ് വൈറ്റ് അല്ലെങ്കിൽ കുറച്ചൊരു യെല്ലോ ഷെയ്ഡുള്ള കളേഴ്സാണ് നമ്മൾ ഏഷ്യൻ ടോണിൽ വരുമ്പം യൂസ് ചെയ്യുക. ഭയങ്കരമായിട്ട് ലൈറ്റ് വീഴുന്നൊരു ഇതാണെന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് വൈറ്റ് തന്നെ വരിക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബേസ് കളർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഷാഡോൻ്റെ ലൈറ്റ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് യെല്ലോ കൂടിയൊരു കളറിനെ, കുറച്ച് ക്രിംസണും യെല്ലോവും കൂടിയൊരു കളറിനെ, ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരുന്നൊരു കളറിനെ എടുക്കുക. അതിനകത്ത് കുറച്ച് ബ്ലൂവും കൂടി ആഡ് ചെയ്യുക, കുറച്ചൊരു ബ്രൗൺ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിയാനും അമ്പറും വെച്ച് മിക്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഡിഫറൻസും. പിന്നെ സ്കിൻ ടോൺ മിക്സ് ചെയ്യുന്നതിൽ വേറൊരു സിറ്റുവേഷൻ വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വീണിട്ട് വരുന്ന ഒരു കളർ ചേഞ്ച്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ലേഡീൻ്റെ പിക്ചറിനകത്ത് നെറ്റിയൊക്കെ ഓൾമോസ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ, ആ ഒരു യെല്ലോ കൂടിയ ഗ്രീൻ ഷെയ്ഡല്ലേ വന്നിരിക്കുന്നത്. അതേപോലെ മുഖത്ത് കുറച്ച് മജന്ത ഷെയ്ഡും പിങ്ക് ഷെയ്ഡും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കേസിൽ സ്കിൻ ടോൺ ആക്ച്വലി അവർ നാച്ചുറൽ വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പം ആ ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡ് വീണതുകൊണ്ട് ഗ്രീനും പിങ്കും ഒക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കളേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അതേപോലെ ഇപ്പുറത്ത് നിൽക്കുന്ന മെയിലിൻ്റെ ഫോട്ടോ അതേപോലെ തന്നെ റെഡ് ലൈറ്റ് വീണതിനെ കൊണ്ട് വന്ന ആ ചെയിൻ ഡിഫറൻസ്. ഇപ്പോൾ സൺസെറ്റിലൊക്കെ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സ്കിൻ ടോൺ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് റെഡ് കൂടുതൽ കൂട്ടിയിട്ട് വേണം ആ ഷെയ്ഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് കളറ് മിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.